കാഫിന് സുക്കൂൻ. അല്ലാഹു അക്ബർ. എന്റെ കാഫ് നോക്കൂ, അല്ലാഹു അക്ബർ. തെറ്റാണ്. അക്ബർ അല്ല, അക്ബർ അല്ല, അക്ബർ 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 തെറ്റ്. അപ്പൊ ഇങ്ങനെ ആയിരിക്കില്ലേ? അല്ലാഹു അക്ബർ, അക്ബർ. അതും തെറ്റാണ്. എന്താണ് ഈ ഉസ്താദ് തെറ്റ് തന്നെ പറയുന്നത്? എന്താ ശരി പറയാത്തത്? എന്നാ ശരി കേട്ടോളൂ. അല്ലാഹു അക്ബർ, അക്ബർ അക് അക് അക്. കാഫ് എന്ന അക്ഷരത്തിന് ഹംസ് എന്ന് പറയുന്ന ഒരു സിഫത്തുണ്ട്. കാറ്റ് നടക്കുക എന്നൊക്കെയാണ് അതിന്റെ പേര്. പേരൊക്കെ അവിടെ നിൽക്കട്ടെ, ഉച്ചാരണം ശരിക്കും ശ്രദ്ധിച്ചോളൂ. അക് അക്. തക്ബീർ ആണ്, തക്ബീർ. അക്ബർ കേട്ടോ. അതുകൊണ്ട് കാഫിന് സുക്കൂനാകുമ്പോ ശരിക്ക് ശ്രദ്ധിക്കണം. നിങ്ങൾ ശ്രദ്ധിക്കുമെങ്കിൽ, നിങ്ങൾ ശരിക്ക് പാടി കാഫിന്റെ ഉച്ചാരണം ക്ലിയർ ആക്കുമെങ്കിൽ ഞാനൊരു പാട്ട് പാടിത്തരാം. കാഫ് സുക്കൂനായി വന്നാൽ അക്ബക് തക് എന്നിങ്ങനെയാ വേണം. അക്ബക് തക് അക്ബക് തക് ഇങ്ങനെയാവുന്നെങ്കിൽ മാറണം. ഒന്നുകൂടെ കേട്ടോളൂ. കാഫ് സുക്കൂനായി വന്നാൽ അക്ബക് തക് എന്നിങ്ങനെയാ വേണം. അക്ബക് തക് അക്ബക് തക് ഇങ്ങനെയാവുന്നെങ്കിൽ മാറണം. തക്ബീറിൽ അക്ബർ എന്നിങ്ങനെ കാഫിൽ കാറ്റു നടക്കേണം. അക്ബർ അക്ബർ ഹംസില്ലെങ്കിൽ കാഫല്ലെന്നും ഓർക്കേണം. മനസ്സിലായോ? തക്ബീർ ആണ് പറയാ, അക്ബർ ആണ്. നിസ്കാരത്തിലെ ആദ്യത്തെ തക്ബീറത്തു തഹറും ശരിയാവണം. അല്ലാഹു അക്ബർ, അക്